നേതൃബാഹുല്യം എന്നോ കഴിവുള്ളവർ ഒരുപാടുണ്ട് എന്നോ ഒക്കെ പഞ്ചാര പുരട്ടി വിശേഷിപ്പിക്കാവുന്ന ഈ അധികാരത്തർക്കം ജനത്തെ അപമാനിക്കലാണ്. 10 കൊല്ലത്തെ മസിലുപിടുത്തം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ആഹ്ലാദിക്കാൻ വക കിട്ടിയത്. ഇത്ര വലിയൊരു ജനവിധിയാണ് എന്നോ ജനത്തിന് വലിയ പ്രതീക്ഷയുണ്ടെന്നോ അങ്ങനെയുള്ള പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസിലെല്ലാം പഴയ മട്ടിൽ തന്നെ. ഈ വിനോദത്തിന് വേണ്ടിയാണല്ലോ UDF-നെ നമ്മൾ ജയിപ്പിച്ചത്. ഞങ്ങളെങ്ങനെ കൊല്ലല്ലേ? അപ്പോ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആരാണ്? അത് ജനഹിതമല്ല എന്ന് നേതാക്കൾ പറഞ്ഞു. പിന്നെ അത് സോഷ്യൽ മീഡിയയിലല്ല തീരുമാനിക്കേണ്ടത്, ഫ്ലെക്സ് വെച്ചല്ല തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞു. പക്ഷെ സത്യം നിങ്ങൾക്കാർക്കും അറിയില്ല. ഇതിൽ ബാക്കിയുള്ള മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും വോട്ട് ചെയ്തവരുടെ മനസ്സിനും പാർട്ടിയിൽ ഇല്ലാത്ത മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കുമൊക്കെ എന്താണ് പ്രസക്തി? എന്തായാലും ഈ ജഗപൊക ബഹളം പെട്ടെന്നൊന്നും തീരരുതേ എന്നാണ് കവർ സ്റ്റോറിയുടെ ആഗ്രഹം. വളരെ നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. ഈ യമണ്ടൻ പ്രശ്നം ഹൈക്കമാൻഡ് വിട്ട 2 നിരീക്ഷകർ ഉടനെ അങ്ങ് തീർക്കുമോ? നേതൃബാഹുല്യം എന്നോ കഴിവുള്ളവർ ഒരുപാടുണ്ട് എന്നോ ഒക്കെ പഞ്ചാര പുരട്ടി വിശേഷിപ്പിക്കാവുന്ന ഈ അധികാരത്തർക്കം ജനത്തെ അപമാനിക്കലാണ്. ജനവിധിയെ പരിഹസിക്കലാണ്. ഈ നേതാക്കളും അവരുടെ കഴിവുകളും ബാഹുല്യവും ഒക്കെ കഴിഞ്ഞ 10 കൊല്ലമായി കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇപ്പോൾ എന്താണിത്ര പുതുമ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പഞ്ചായത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കുന്നതിന് ഇടപെടുന്ന ഹൈക്കമാൻഡ്. കേരളത്തിലെ നേതാക്കളുടെ ടീമിന് ഇവിടെ ഇരുന്ന് തീരുമാനിക്കാവുന്ന കാര്യം പോലും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രീതിയാണ് കോൺഗ്രസിൽ. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പക്ഷേ മൂപ്പിളമ തർക്കമാണ് അവിടെയും മുന്നിൽ. എന്ത് വിധി ഇത്? ഞാനാണ് കേമൻ എന്ന തർക്കം. KPCC പുനഃസംഘടിപ്പിച്ചാലും പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാലും പുതുതായി ആര് പദവിയിലെത്തിയാലും അവർക്ക് സ്വന്തം ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കോൺഗ്രസിൽ കിട്ടില്ല. ഈ പറയുന്ന ഒക്കെ ശരിയാ. ആരാണ് ഈ ഹൈക്കമാൻഡ്? അതാണ് ഞാനും അപ്പനും സുഭദ്രയും അടങ്ങിയ ട്രസ്റ്റ്. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഹൈക്കമാൻഡിന്റെ പവിത്രതയിൽ തൊട്ടുകളിക്കരുത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആരും സംസാരിക്കാതിരിക്കണം എന്നുകൂടിയാണ് അർത്ഥം. വളരെ സന്തോഷം. KC വേണുഗോപാലും VD സതീശനും മുഖ്യമന്ത്രി പദത്തിനായി മത്സരിക്കുന്നു. അറിഞ്ഞെടുത്തോളം വളരെ മോശമായിപ്പോയി. രമേശ് ചെന്നിത്തല ഒത്താൽ ഒരു സമവായ സ്ഥാനാർത്ഥിയാകാൻ അങ്ങ് മാറി നിൽപ്പുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് KC വേണുഗോപാൽ അടങ്ങുന്ന ഹൈക്കമാൻഡാണ് നേരത്തെ തീരുമാനിച്ചത്. അത് ലംഘിക്കണോ? അങ്ങനെയെങ്കിൽ മറ്റ് MP-മാർക്ക് അവസരം പോയില്ലേ? 10-30 കൊല്ലത്തെ രാഷ്ട്രീയ കളിയിടയ്ക്ക് ഒരുപാട് വിഷപ്പല്ലുകൾ പറിച്ചിട്ടുണ്ട് ഈ കൈ കൊണ്ട്. ആ ചോദ്യത്തിനും ഹൈക്കമാൻഡ് ഉത്തരം പറയും. അതുകൊണ്ട് KC വേണുഗോപാലിന് പ്രശ്നമില്ല. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കളിയുണ്ടോ? പക്ഷേ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായി വരണോ, ഇത്രയും ചടങ്ങ് വേണോ, VD സതീശൻ പോരെ എന്ന് ആ പക്ഷത്തുള്ളവർ ചോദിക്കും. ഒരെരപ്പാളിക്കിരുന്ന് നിരങ്ങാൻ സിംഹാസനം പണിത് കൊടുത്ത വിഡ്ഢിയാണ് ഞാനെന്ന് അവൻ ധരിച്ചിട്ടുണ്ടായിരിക്കും. രാഷ്ട്രീയമാകുമ്പോ ഇത് ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. സത്യത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി മത്സരിക്കുന്നതിലല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ ആ ലോഞ്ചിങ് രീതി, ആ സ്ട്രാറ്റജി, അതിലെവിടെയോ ഒരു പിശക് പറ്റിയിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഒന്നിച്ചു നിന്ന UDF-ലെ ഘടകകക്ഷികൾക്ക് എന്തെങ്കിലും ശബ്ദമുണ്ടോ? എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ? അതൊക്കെ റബ്ബിഷാണ്, അങ്ങനെ ചോദിക്കരുത് എന്ന് മാത്യു കുഴൽ നടൻ പറയുന്നു. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സർ, ചിലപ്പോ ചില തിരുമറികളൊക്കെ കാണും. എന്താണ് ഇതിന്റെ വാസ്തവം? രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമൊക്കെ ഇതിൽ എന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ.
എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിന് ഞാനാണ് മുന്നണിയെ നയിക്കുന്നത്, ഞാനാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയെ നയിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നേരത്തെ തന്നെ കഴിയാതിരുന്നത് എന്നതാണ് ഇതിൽ പ്രസക്തമായ ചോദ്യം. അത് ശരിയാ. ഇതെന്തായാലും ജനത്തിന് ചെറിയൊരു ഓർമ്മയാണ് ഉള്ളത്, ചെറിയ കാലത്തെ ഓർമ്മ, പെട്ടെന്ന് മറന്നു പോകുന്നത്. കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നത് എങ്കിൽ ജനം തെരുവിലിറങ്ങും, ഒഴുകും എന്നെല്ലാം പറയുമ്പോഴും അത് പെട്ടെന്ന് മറികടക്കാനാകും എന്നാണ് കെ.സി. വേണുഗോപാലും ടീമും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജനത്തിന് വേറെ വഴിയില്ല. അവർക്ക് ഇനി ഹിതമറിയിക്കണമെങ്കിൽ അടുത്ത ഒരു വോട്ടെടുപ്പ് വരെ കാത്തിരിക്കണം. അത് 1 മണ്ഡലത്തിലേക്കായാലും 1000 മണ്ഡലത്തിലേക്കായാലും എല്ലാം വിധിയുടെ വിളയാട്ടം. കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും.